ഹലോ ഗായ്സ്, വിളിക്കാനും പഠിച്ചെടുക്കാൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നന്നിരിക്കുന്ന മൈൻക്രാഫ്റ്റ് ഹാർഡ്കോർ പാർട്ട് 3 ആയിട്ടാണ്. അപ്പോൾ ഞാൻ പാർട്ട് 2 പറഞ്ഞായിരുന്നു ഇന്ന് വീടുണ്ടാക്കണതിൻ്റെ മൈനിങ് അയക്കുന്നത്. ബട്ട് നമ്മിന്ന് ഇന്നലെ ഓഫ്ലൈൻ ഇതൊക്കെ കഴിഞ്ഞ് റെക്കോർഡൊക്കെ കഴിഞ്ഞ് നമ്മൾ ഓഫ്ലൈനിൽ ഇരുന്ന് എന്ത് ചെയ്ത് ഫുൾ മൈൻ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ മൈനിങ് ചെയ്ത് തീരാൻ വേണ്ടി എടുത്ത സമയം 1/2 മണിക്കൂർ. വീഡിയോൻ്റെ ലെങ്ത് ഇന്നും ഫുൾ കൂടിയാണ്. അതുകൊണ്ട് ഞാൻ ഇന്നലെ ഓഫ്ലൈൻ ഇരുന്ന് ഫുള്ള് തീർത്തിട്ടുണ്ട്. അപ്പം ഇന്ന് നമുക്ക് എന്താണെന്ന് വെച്ചാൽ വീടുണ്ടാക്കൽ അത് കാണിക്കും. വീടുണ്ടാക്കൽ പിന്നെ നമ്മുടെ ക്യാരക്ടറിന് ഒരു വ്യത്യാസമുണ്ട്. നമുക്ക് ക്യാരക്ടർ ഒന്ന് മാറ്റി വെച്ചായിട്ട് ക്യാരക്ടറിനെ നമ്മൾ നൈസിന് മാറ്റിയത് കണ്ട ക്യാരക്ടർ ഇവനെ ആക്കിയാണ്. എനിക്ക് ഇവൻ കണ്ട് ഇഷ്ടപ്പെട്ടു. സ്റ്റീവിനെ മാറ്റി വന്ന് തലക്കാലത്തേക്ക് ബ്രോ. പിന്നെ നമുക്ക് ഞാൻ ഇന്നലെ മൈൻഡ് ചെയ്ത് വെച്ചാൽ കാട്ടണ്ടേ. ഇന്നലെ മൈൻഡ് ചെയ്ത് കാട്ടിത്തരാം. 3 സ്റ്റാക്ക് ബ്രിഡ്ജും ഉണ്ട്, ഓക്കും ബ്രിഡ്ജും നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ മുറിച്ചപ്പോൾ 2.5 സ്റ്റാക്ക് ഓക്കിൻ്റെ 15 ബ്രിഡ്ജിനെ കിട്ടി. ഇനിയും ഇവിടെ ഉണ്ടാവും. അത് ഞങ്ങൾക്ക് ഫുള്ളും കളിച്ചിട്ടില്ല. ഇനിയുണ്ട്, ഉള്ളതെല്ലാം എടുത്തേക്കാം. നമുക്ക് കോബിൾ സ്റ്റോണും വേണിച്ചിരി. പിന്നെ ഡേറ്റ് തീർന്നു നമുക്ക് അവിടെ നിന്ന് എടുക്കാമല്ലോ. ഞാൻ കാട്ടിത്തരാം. ഞാൻ എന്ത് ചെയ്തു, അവിടെ വീടുണ്ടാക്കേണ്ട സ്ഥലത്തുള്ള എല്ലാ മരവും വെട്ടിയപ്പോഴാണ് ഇത്രയും കിട്ടിയത്. അപ്പം പിന്നെ നമുക്ക് അവിടെ ക്ലിയർ ചെയ്യേണ്ട ആവശ്യം പിന്നെ അല്ലേ. ഇതേക്ക് നോക്കൂ, ഇവിടെ തന്നെ ഒരു 100 ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. ബ്രിഡ്ജ് ഇവിടെ ഉണ്ടായിരുന്നില്ല. ബ്രിഡ്ജ് ഞാൻ അപ്പുറത്തുനിന്നൊക്കെ എടുത്തുകൊണ്ട് വന്നി. ഇവിടെ ഓക്ക് ഫുള്ള് വെട്ടിയപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം ഉണ്ടാക്കാനുള്ള ഒരു വൈബ് സ്ഥലമല്ലേ. നോക്ക്, ഒരു വെള്ളവും അങ്ങനെ ഒരു വൈബ് സ്ഥലം. പിന്നെ പറയുമ്പോൾ ഇന്നലെ ഞാൻ ഓഫ്ലൈൻ ഇരുന്നപ്പോൾ ഉണ്ടല്ലോ ഇന്നലെ ഞാൻ ഓഫ്ലൈനിൽ ഇരുന്ന് മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ബെഡ് ബ്രിഡ്ജ് എടുക്കാൻ പോയ സ്ഥലത്താണ് ഞാൻ ഇവിടെ നിന്ന് മൈൻഡ് ചെയ്തത്. രാത്രി അപ്പുറത്തു പോയി ബെഡ് എടുത്ത് അവിടെ കിടക്കാൻ പോയി. അവിടെ കുറേ വിച്ചൊക്കെ ഉണ്ടായിരുന്നു. അതിന് എണീച്ചപ്പോൾ ഉണ്ടല്ലോ, ഞാൻ എണീച്ച് ബെഡൊക്കെ എടുത്ത് നീങ്ങിയപ്പോഴേക്കും ബ്രിഡ്ജ് വന്ന് 2 കുപ്പി എടുത്ത് എറിഞ്ഞാടി പോഷൻ മറ്റേ ഹെൽത്ത് റണ്ണേൻ്റെ. എന്നിട്ട് എൻ്റെ എന്താണ് ഹാഫ് 8 ഉണ്ടാകുന്നുള്ളൂ. ചാവണ്ട താമസം ചത്തില്ല ഭാഗ്യത്തിന്. ഇന്നലെ ഹാർഡ്കോർ അവസാനിച്ചത് പറയാച്ചില്ല. ഞാനാണ് ഒരു പൊട്ടൻ തന്നെ. പക്ഷേ എനിക്ക് ഇച്ചിരി പ്ലാനൊക്കെ വന്നു. ഇവിടെയൊക്കെ വെള്ളമുള്ളത് കൊണ്ടുണ്ടല്ലോ, ഇവിടെ വീടുണ്ടായി കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഈ കാണുന്ന ഇത്രയും സ്ഥലം എടുത്തിട്ട് ഇവിടെ നമുക്കൊരു ബ്രിഡ്ജ് അങ്ങനെ ഉണ്ടാക്കിയായിരുന്നു. ഞാൻ എൻ്റെ എല്ലാ സീരീസിലും ബ്രിഡ്ജ് ഉണ്ടാക്കാറുണ്ട്. എനിക്ക് ബ്രിഡ്ജ് ഉണ്ടാകണ ഒരു ഇതാണ്. പലർക്കും പല സാറ്റിസ്ഫാക്ഷനും ഉണ്ടാകും. എനിക്ക് ഇതാണ് സാറ്റിസ്ഫാക്ഷൻ. മൈൻക്രാഫ്റ്റിൽ ഇങ്ങനെ ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ട് അത് നല്ല ഫുഡൊക്കെ വെച്ച് സ്ലാബൊക്കെ വെച്ച് സെറ്റാക്കിയിട്ട് ഇങ്ങനെ നടന്ന് ഇതിൻ്റെ മേളിൽ പോയിട്ട് സീന ഒരു വൈബാണത്. അപ്പോൾ നമുക്കിന്ന് വീടുണ്ടാക്കാൻ ആഘടിപ്പിക്കണ നേരെ വീഡിയോയിലൊക്കെ ഞാൻ ഈ സൈഡിലായിട്ടൊന്ന് ബെഡ് വെച്ചോട്ടെ. ബെഡ് റീസ്പോൺ വെച്ചിട്ട് അല്ലെങ്കിൽ അവിടെ പോയി റീസ്പോൺ ആവും. ഇപ്പം തന്നെ രാത്രി ആവാറായിട്ടുണ്ട്. ഇല്ല, അതിലേക്ക് കിടക്കാറായിട്ടില്ല. നമുക്കപ്പോൾ വുഡ് സാധനങ്ങളൊക്കെ അതിലേക്ക് എടുക്കാം. എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഈ ബ്രിഡ്ജ് നമുക്ക് ഈ തറയിൽ വെക്കണ ഇതാക്കാം. എന്നിട്ട് ഓക്ക് മേളിലേക്കുള്ള ഇങ്ങനെ ഒരു തൂണ് പോലെ ആക്കാം. അങ്ങനെ ആക്കാനാണ് എൻ്റെ പ്ലാൻ. ഇപ്പം മിക്കവാറും എനിക്ക് മറ്റേ ബ്രിഡ്ജ് തികയൂല ഇങ്ങനെ താഴെ വെക്കാൻ. ഇവിടെ പിന്നെ ഒരു കുഴപ്പമുണ്ട്. ഇത് ഒരു കാടിൻ്റെ ഇടയിലായതുകൊണ്ട് അവിടെ നിന്നൊക്കെ ഓരോരുത്തന്മാർ തന്നെ വരും. വന്നാണ്ടില്ലേ, ഇത് ഷോവാണ്. ശരിക്കും പറഞ്ഞാൽ ഷോവാണ്. ഇതൊക്കെ ഇൻവെൻട്രിയിലൊക്കെ ഇട്ടിട്ട് ഇത് അപ്പോൾ സുഹൃത്തോടെ ഞാൻ ഉദ്ദേശിക്കണമെന്ന് പറയണത് ഒരു ഇങ്ങനെ വന്നിട്ട് പിന്നെ അങ്ങാട് പോണ രീതിയാന്ന് വെച്ചാൽ ഇങ്ങനെ സ്ട്രീറ്റ് വന്നിട്ട് നേരെ അങ്ങാട് ഒരുമാതിരി ഒരു വീഡിയോ സെറ്റാക്കുന്നത്. ഇവിടെ നിന്ന് തുടങ്ങേണ്ടി സംശയം.
ഇച്ചിരി മുമ്പിൽ തുടങ്ങാം, എന്നാലും ശരിയുള്ളൂ. മുമ്പിൽ നിന്ന് തുടങ്ങണം. പിന്നെ നമുക്ക് ഇറങ്ങിയൊക്കെ പോകണ്ടേ. ഇവിടെ ഇവിടെ ഒന്ന് ഹൈറ്റ് നമുക്ക് 4 മതി. ഹൈറ്റ് 4 മതി. 1 2 3 4. ഈ ഫ്രണ്ട് എന്ന് പറയണത് ഇത് ഫ്രണ്ടാക്കണോ? ഇത് ഫ്രണ്ടാക്കണല്ല. എന്നിട്ട് നമുക്ക് ബാക്കിൽ കൂടെ ഒരു വാതിൽ വെക്കാം, ഇറങ്ങിപ്പോവാൻ. അതാണുള്ളത്. 1 2 അവിടെ 1 2 3 4. ഇങ്ങനെ ഇതാണ് നമ്മുടെ ഇപ്പോൾ ഡോർന്ന് വെച്ചാൽ എൻട്രി ഉണ്ടായി. ഇങ്ങനെയാണ് എൻട്രി. ഇപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ നിന്നൊരു 1 2 3 മൂന്നാമത്തെ ബ്ലോക്കിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് പോകാം. 2 3 4 ഇങ്ങനെ ജോലി ചെയ്യണം. നമുക്ക് ബാക്കിലേക്ക് ഇപ്പം ഇത് 1. ഇനി നമുക്ക് അങ്ങാട് 5 എണ്ണം വെക്കാം. ഈ രണ്ടാമത്തെ വെക്കാൻ 1 2 3 ഇത് പിന്നെ നമ്മ മറ്റേ ഇത് സ്ട്രിപ്പ് 1 2 3 ഗൈസ്. പിന്നെ ഉണ്ടല്ലോ, ഞാൻ സുധി എണ്ണൻ്റെ ഒരു ഇൻസ്പിറേഷൻ. എൻ്റെ മൈൻക്രാഫ്റ്റ് ഫേവറേറ്റ് പ്ലെയർ എന്ന് പറഞ്ഞാൽ സുധിയാണ്. അപ്പോൾ ഞാൻ സുധീൻ്റെ പോലെ എൻ്റെ വീട്ടിലുണ്ടാക്കിയിട്ട് അവിടെ പ്രൊജക്ട് ബോർഡ് ഉണ്ടാക്കിയിട്ട് ഓരോ പ്രൊജക്റ്റ് കഴിയുമ്പോൾ അത് ബ്ലാങ്ക് ആക്കുക. അങ്ങനെയാണ് എൻ്റെ പരിപാടി. അത് നിങ്ങൾ ഇത് കോപ്പി എന്ന് പറയരുത്, അത് നമ്മ ഇൻസ്പിറേഷനാണ്. എനിക്കാണെങ്കിൽ ആ ട്രിക്ക് നല്ലോണം ഇഷ്ടവും പെട്ട്. ഇപ്പം സുധീൻ്റെ പുതിയ സീരീസ് ഉണ്ടാവും. അത് എൻ്റെ ആയിട്ടുണ്ട്. 2 3 4 അതും കാര്യങ്ങളും ആ സീരീസ് ഇട്ടിട്ടുണ്ട്. സുധീൻ്റെ എത്രാമത്തെ സീരീസാണ്. അതിനും കൊള്ളാം, നൈസ് ഏരിയ. ലെറ്റ്സ് ഗോ. ഇപ്പം 1 2 3 4 5 5ആയി. ഞങ്ങൾക്ക് ഇത് മിഡിലല്ലടാ, ഇത് മിഡിലല്ല. നമുക്ക് ഇതയക്കണം ഒരു മിഡിൽ. ഇത് അവിടെ ഒന്ന് ബ്രിച്ചും വെച്ചിട്ടൊക്കെ അല്ലേ മിഡിൽ. ഇതല്ലേ മിഡിൽ, അതാണ് മിഡിൽ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇവിടുന്ന് കളഞ്ഞിട്ട് അത് ഞാൻ ഇവിടെ ക്രിയേറ്റ് അത് 1 2 3 4 ഇത് മിഡിലാക്കാനാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇന്നലത്തെ വീഡിയോ ചെക്കൗട്ട് ചെയ്തിട്ട് ഇത് കാണാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ നല്ല വില്ലേജ് കണ്ടുപിടിച്ച് ബ്രെഡൊക്കെ സെറ്റായിട്ടുണ്ട്. ഒരു സ്റ്റാക്ക് വീട്ടിൽ ചെസ്റ്റിലിരിക്കേണ്ട വീടുന്നല്ല, അത് നമ്മൾ ടെമ്പററി ആയിട്ട് എടുത്തേണ് കാര്യങ്ങളും. ഇവിടെ ഇപ്പോൾ 3 എണ്ണമായി, 4 എണ്ണമായിട്ട് നമുക്ക് ഇവിടെ എത്താം. ഓക്കെ, അപ്പം 1 2 3 കറക്റ്റ് മൂന്നാമത്തെ ബ്ലോക്കിൽ വെക്കണം. 1 2 3 4 ഇപ്പം ഏകദേശം കറക്റ്റായി തോന്നുന്നു. ഈ എൻ്റെ ഉദ്ദേശം എന്ന് പറയണത് ഇവിടെ 4 എണ്ണമായിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങാട് പോകണം. ഇങ്ങാട് പോയിട്ട് പിന്നെ ഇങ്ങനെ വന്നിട്ട് അങ്ങാട് ഒരു ജോയിൻറ്റ്. അതിൻ്റെ ഇവിടെ ഒരു 2 എണ്ണം കൂടി വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒരു 3 ഇങ്ങാട്, പിന്നെ ഇങ്ങനെ ഒരു ഇതിൻ്റെ നേരെ വന്നിട്ട് ഇവിടെ നേരെ അങ്ങോട്ട് ജോയിൻറ്റ്. അതാണ് എൻ്റെ അപ്പോൾ നമുക്ക് അങ്ങനെ അങ്ങോട്ട് വെക്കാം. ഇപ്പോൾ ഒന്ന് കട്ടായിട്ടുണ്ടാകും മൈക്ക്. അതൊന്ന് മൈക്ക് ഓഫ് ആയതാണ്, സീനില്ല. 2 3 4 പിന്നെ നമ്മിങ്ങനെ കൃത്യമായിട്ട് എല്ലാ ദിവസവും വീഡിയോ ഇടണമെന്നില്ല. ചില ദിവസം പറ്റാണ്ട് വരുമ്പോൾ നിങ്ങൾ ക്ഷമിക്കണം. 1 2 3 എല്ലാ ദിവസങ്ങളൊക്കെ പറ്റണമെന്നില്ല.
എക്സാം ഇപ്പോഴും കേട്ടില്ല, എക്സാമിൻ്റെ ഇടക്കാണ് നമ്മൾ ചെയ്യണേ നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് റൂട്ട് 200 സബ്ബാണ്. ലൈക്ക് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക, പറയാൻ പറഞ്ഞേ സബ് ചെയ്യാത്തിട്ട് സബ് ചെയ്യുക, ലൈക്ക് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്തിട്ട് കമൻറ്റ് അടിച്ച് വിളിച്ചേക്കാം. എല്ലാ ദിവസവും പറയുന്നുണ്ട്, നിങ്ങൾ അടിച്ച് കഴിഞ്ഞാൽ എന്നതാണ് അടിച്ചതിനെ പൊളിക്കൂളോ. ഇത് ഒരെണ്ണോടി വെക്കണേ നല്ലത്. 1 2 പിന്നെ ഞാൻ ഒരു കാണിച്ചിരിക്കുന്നത്, നിങ്ങളുടെ മൈൻക്രാഫ്റ്റ് ഫേവറേറ്റ് കേരളത്തിലുള്ള നിങ്ങളുടെ മൈൻക്രാഫ്റ്റ് ഫേവറേറ്റ് കേരള മലയാളി പ്ലെയർ ഏതാണെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യണേ. എനിക്കറിയാനാണ്. വീഡിയോ കാണുന്ന എല്ലാവരും കമൻറ്റ് ചെയ്തേക്ക്. ഒക്കെ നോക്കാം ആർക്ക് ഏറ്റവും കൂടുതൽ ഇതെന്ന്. എന്നിട്ട് ഞാൻ പറയാം നല്ല എനിക്കിഷ്ടം ശ്രുതിയാണ്. ഞാൻ ശ്രുതിന്ന് കമൻറ്റ് ഇട്ടേക്കാം, നിങ്ങൾ ഇങ്ങോട്ട് ഇട്ടേക്കൂ. പിന്നെ നമ്മുടെ സർപ്രൈസൊക്കെ വരുന്നുണ്ട് അവധിക്കാലത്ത്. അത് വന്നിട്ട് നമ്മൾ ആക്കിത്തരുന്നതായിരിക്കും. അത് വരുമെന്ന് വരെ സംശയമാണ്. അത് വേറെ കാര്യം. അത് വന്നാൽ പൊളിക്കും നമ്മൾ. പിന്നെ വീട്ടിലൊക്കെ കത്തും. ഇവിടെ പണി പാളികളാ. ഇനി നമുക്ക് ഉണ്ടാകണേ ഇത് വെട്ടി നശിപ്പിക്കാൻ കൊള്ളേ. ഒന്നും വരികയല്ല, വെട്ടിക്കോ. വെട്ടാനേ പറ്റൂ എനിക്ക് തോന്നേ. ഈ സ്ഥലം തികയൂലാന്ന് തോന്നുന്നു. ഞാൻ ഉദ്ദേശിക്കുന്ന ഈ വീടിന് ഈ സ്ഥലം തികയൂലെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞ്. ഞാൻ അപ്പോഴേ മനസ്സിൻ്റെ അടുത്ത് പറഞ്ഞ് അങ്ങനെയല്ല ഒരു ഇത് ഞാൻ അപ്പോഴേ ഓർത്തേന് ഇച്ചിരിയും കൂടി സ്ഥലം ഇങ്ങാട് കൂട്ടാണ്, വേറെ അങ്ങാടല്ല ഇങ്ങാട് കൂട്ടാണ്. ഇപ്പം ഇവിടെ 1 ആയിട്ടുള്ളൂ. ഇനി 2 3 സ്ഥലം വേണം. ഈ ഡേറ്റും പെട്ടുണ്ടായി ഷോണല്ലോ. വീടിൻ്റെ ലെങ്ത്ത് മിക്കവാറും കൂടും. ഇപ്പം മിക്കവാറും വീടുണ്ടായാലും എൻ്റെ പാർട്ട് 2 ഉണ്ടാവും. എന്താണ് റെക്കോർഡുള്ള സമയമില്ല. മിക്കവാറും വീടുണ്ടായാലും എൻ്റെ പാർട്ട് 2 കാണും. ചിലപ്പോൾ കാണില്ല, ചിലപ്പോൾ കാണും. ഇന്നത്തോടെ വീട് പണി തീരുമെന്ന് എനിക്ക് തോന്നല. 1 2 3 4. ഓ ഇതെന്താ എപ്പോഴും കൂടിപ്പോണത്. ഓ അറ്റുമ്പേ ഇത് 2 ആയിട്ടുള്ളൂ. ഓ നോ, ഒരെണ്ണം ഓടി ഇരിക്കണം. നല്ല ടാസ്ക്കാണ് കേട്ടോ ഇങ്ങനെയൊക്കെ വീഡിയോ ഉണ്ടാക്കുമ്പോൾ. സ്ഥലം വേണമെന്നുള്ള മറക്കരുത്. ശവലിപ്പം പൊട്ടും പോളാ. ഒരടിക്ക് ചത്താവൻ കടനെ എതിരേച്ചല്ലാലത്. അറിയാണ്ട് ഇതിനെ എതിരേച്ചൊന്നുമല്ല. 2 3 4 4 ഗരേഷ്കോ ഒടി ഇനിയും വെട്ടണടാ, സ്ഥലമില്ലടാ. ഇതിനൊക്കെ പറഞ്ഞാൽ തീ ഇടുമെന്ന്. എടാ ഇത് തീരുടെ കാര്യമുള്ളൂടാ. നോക്ക് ഞാൻ ഇത്രയും ലീപ്പുണ്ട്. ഞാൻ ഇത് വെട്ടി നമ്മളെ എൻ്റെ ശവല് പൊട്ടും. മിക്കവാറും ഇത് ട്രീ ഫുള്ള് തീരുണ്ടായിരുന്നു. ഞങ്ങളുടെ പാത്രങ്ങൾ തീർത്തു. അതൊന്ന് പൊട്ടിച്ച് പിക്കാച്ച് പൊടിച്ച് ഇത് മിക്കാറും ഉള്ളിൽ സോമ്പിയൊക്കെ കയറും ഇങ്ങനെ പോയാൽ. രാത്രിയായി നേരെ ചാടി അങ്ങാടി കയറി. ഏതാ ഇനി ഇവിടെ നേരെ അങ്ങോട്ട് അയക്കണം. ഇപ്പം
ഡേറ്റ് വെച്ചോട്ടെ. കറക്റ്റ. ഓ അളവ് കറക്റ്റ. രസമായിട്ട് അളവ് കറക്റ്റ കേട്ടോ. ഇവിടെ നിന്ന് വെച്ച് നമുക്ക് അവിടെ ഇനിയും പരിപാടികളുണ്ട്. ശരിയാക്കോളാം. നമുക്ക് അവിടെ ശരിയാക്കാം. അവിടെ ഇനിയും പരിപാടി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോവാം. ഇതൊക്കെ സ്ട്രിപ്പ് ചെയ്യണം. അതാണ് സീൻ. സ്ട്രിപ്പ് ചെയ്യുമ്പോൾ ഇത് ഫുള്ള് സ്ട്രിപ്പ് ചെയ്യുമ്പോൾ തന്നെ ഒരു ആക്സ് പൊട്ടും. അടുത്ത ആക്ഷൻ ഒക്കെ ഉണ്ടായിട്ട് ഉറപ്പാണ്. കുഞ്ഞിലായി പോകുന്നതാണ്. പക്ഷെ ഇല്ലെന്ന് എനിക്ക് തോന്നി. ഈ കുഞ്ഞിലായാലും ശീല നമ്മ തൊട്ട് സെക്കൻഡ് ഫ്ലോർ ഉണ്ടാക്കാൻ എന്തായാലും ഇന്ന് പറ്റില്ല. അപ്പം നമുക്ക് അടുത്ത പാർട്ട് എന്തായാലും വരും. ഇട്ടേക്കാളാ അതൊക്കെ എന്ത് നമുക്ക് സെറ്റാക്കണം. പിന്നെ ഈ സീരീസ് എനിക്ക് കുറേ പ്രൊജക്റ്റ് ഇത് ചെയ്യണമെന്നുണ്ട്. ചെയ്യാനുണ്ട് എന്തായാലും. അപ്പം ചിലപ്പോൾ ഹാർഡ് കോറായിട്ട് ചാവും ചിലപ്പോൾ മിക്കവാറും. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ അധികം പ്രതീക്ഷിക്കരുത്. ചിലപ്പോൾ ചാവയൊക്കെ ചെയ്യും. അതൊക്കെ ചാവാനൊക്കെ പോഞ്ഞ സീനിലുള്ള കാര്യമല്ല. ഫൈനലി ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ബോണ്ടർ ഫുള്ള് ഫിനിഷാക്കി. കണ്ടോ, ബോണ്ടർ ഫുള്ള് ഫിനിഷ് ആയിട്ടുണ്ട്. ഇവിടുന്ന് ഡേറ്റൊക്കെ ഒന്ന് അങ്ങോട്ട് വരുന്നത്. ഓക്കെ, ഫുള്ള് നമുക്ക് സ്ട്രിപ്പ് ചെയ്യാൻ മതി. സ്ട്രിപ്പ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. കാര്യം പറയാം, സ്ട്രിപ്പ് ചെയ്താൽ ഭയങ്കര ബട്ടൺ ഈ സ്ട്രിപ്പ് ചെയ്യാൻ ഇഷ്ടമല്ല കാശ്. പക്ഷെ ഒരുമാതിരി ഇതാണ്. കുറേ സ്ട്രിപ്പ് ചെയ്യുമ്പോൾ ഒരു മടിയാണ്. ഒരു ജോലിയാണ് കുറേ പ്രശ്നങ്ങളൊക്കെ എന്തായാലും മടിക്കും. അതേ അവസ്ഥയാണ് ഇത് സ്ട്രിപ്പ് ചെയ്യണത്. ഈ വുഡൊക്കെ ഇച്ചിരി ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ ഇത് മാറ്റി അങ്ങനെയൊക്കെ അപ്പോൾ ഒരു ബോറിങ് തോന്നില്ല. പക്ഷെ ഇതിങ്ങനെ കൊത്തി കളിക്കും. അതും ഞാൻ ഫോണിൽ കളിക്കണം. അപ്പോൾ വേറെ സുഖമാണ്. PC-ലൊക്കെ കളിക്കുന്നവർക്ക് ഒന്ന് ആക്കി അങ്ങോട്ട് പോകണം. അത് എന്താ നമ്മ മിക്കവാറും അവധിക്കാലത്ത് വല്ല മോണിറ്ററും CPU-യും ഹെഡ്ഫോണൊക്കെ എടുക്കും. പിന്നെ നമ്മൾ സീനാവും. അതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. ഒരു വ്ളോഗ് എന്തായാലും ഉണ്ടാവും. പക്ഷേ ഇത് എടുത്തതിൻ്റെ സെറ്റപ്പ് PC സെറ്റപ്പ് ഒരു ചെറിയ ബിഗിനർ PC സെറ്റപ്പാണ്. ആ സെറ്റപ്പ് എടുത്താൽ എന്തായാലും നമുക്ക് ഉണ്ടാവും. എന്തായാലും ഗ്രാഫിക്സ് ലെവലിന് അവിടെ പോയി എടുക്കാൻ ഒരു മരം കിട്ടാ. ഒരു മരം കിട്ടി. വെച്ച് മടി. പിന്നെ എങ്ങനെയാ മടിയായിട്ട് ദൂരം പോകണമെന്നാ. അപ്പോൾ പറഞ്ഞു നിർത്തിയത് ഒരു PC സെറ്റപ്പ് എന്താണ് ലോഡിങ് ആണ്. 2027 ഫുൾ സെറ്റപ്പ് ആയാൽ മതിയായിരുന്നു. എന്തായാലും ഈ വർഷം കഴിയുന്നതിന് മുമ്പ് PC സെറ്റപ്പ് ഫുള്ള് ആകുമെന്നാണ് പ്രതീക്ഷ. നമ്മൾ എന്തായാലും 2027 നല്ല PC സെറ്റപ്പായിട്ട് നല്ലൊരു കണ്ടൻറ്റായിട്ട് വരുന്നതായിരിക്കും. എന്തായാലും PC സെറ്റപ്പായിട്ട് ഫസ്റ്റ് നമ്മൾ കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റും കാര്യങ്ങളാണ്. എവിടെ നിന്ന് തുടങ്ങിയാൽ ഞാൻ ഫസ്റ്റ് തുടങ്ങാറ് മൈൻക്രാഫ്റ്റിൽ നിന്നാണ്.
ഈ അക്കൗണ്ട് തുടങ്ങിയപ്പോഴും ഞാൻ തുടങ്ങിയ മൈൻക്രാഫ്റ്റിനാണ്. ഈ ചാനൽ തുടങ്ങിയപ്പോഴും ഞാൻ തുടങ്ങിയ ഗെയിം എന്ന് പറയുന്നത് മൈൻക്രാഫ്റ്റാണ്. അപ്പോൾ എന്തായാലും മൈൻക്രാഫ്റ്റാണ് ഞാൻ കളിക്കുള്ളൂ ഫസ്റ്റ്. അത് കഴിഞ്ഞാൽ ഫ്രീ ഫയർ പെസ്റ്റ് ഇതൊക്കെ കളിക്കുള്ളൂ. അപ്പോൾ എല്ലാം നടക്കട്ടെ. കൃഷിയുടെ വീട്ടിയാണ്. അത് വീട് സെറ്റാവല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം ഇത്രയല്ലേ ഉള്ളൂ. ഞങ്ങൾക്ക് 2 വാതിലുണ്ടാക്കണം. വാതിൽ ഡോറിന് ഇനിയും വേണോ മച്ചു? ഒന്ന് പോവാൻ വേണ്ടി ഇവിടെ മച്ചു. എൻ്റെ ഡോറ് ഈ ഡോറ് പോലെ എനിക്ക് ഡോറ് ഇഷ്ടം. കാര്യം ബ്രിഡ്ജ് ഡോറുണ്ടാണ്. ബ്രിഡ്ജ് ഇതാക്കണം. ബ്രിഡ്ജ് ഡോർ വെക്കണല്ലേ ഇന്നും വെച്ചോടുന്ന ഓക്കെ. ഇതൊക്കെ ബാക്കിൽ വെക്കാം. ഇതിപ്പോൾ ഇവിടെ കയ്യിലിരിക്കട്ടെ. നമുക്ക് ബ്രിഡ്ജ് വെച്ചിട്ട് ഉണ്ടാക്കാം. നമുക്ക് തൽക്കാലം ബ്രിഡ്ജ് വെച്ച് ഉണ്ടാക്കാം. ഫ്രണ്ടിൽ ഈ ബ്രിഡ്ജൊക്കെ ബാക്കിൽ നമുക്ക് ഓക്കിൻ്റെ വെക്കാം. അങ്ങനെ വെട്ടാക്കാം. ഇത് മിഡില് ഈ ബാക്കിലൊക്കെ വെള്ളത്തിൽ പോയി. ഇതാണ് ഈ മിഡില്. ബ്രോ ഇവിടെ സ്ട്രിപ്പില്ല. എഡ്ജ് സ്ട്രിപ്പ് ഇട്ടില്ല. ഇതിൻ്റെ എഡ്ജ് സ്ട്രിപ്പ് ഇട്ടില്ല. എഡ്ജ് സ്ട്രിപ്പ് ചെയ്യാൻ പറ്റൂല. ഇവിടെ സ്ട്രിപ്പ് ചെയ്തിട്ടില്ല. സ്ട്രിപ്പ് ചെയ്തില്ല. ഇപ്പുറത്ത് ചെയ്ത് ഓക്കെ. ഇവിടെ ഏതാ മിഡിൽ എന്ന് ചോദിച്ചാൽ 1 2 3 4 ഒരു 5 വെച്ചിരുന്നെങ്കിൽ സെറ്റാക്കാണ്. 5 വെക്കണം. 5 വെച്ച് നമുക്ക് ഇവിടെ വെക്കാം. ഇവിടെ ഇത് വരും. ഇവിടെ വെക്കണം. ഇവിടെ വെക്കണ്ടേ. അപ്പം ഇത് ഫുള്ളൊന്ന് പൊട്ടിക്കിട്ട് കഴിച്ചത്. ഇത് പൊട്ടിക്കണ്ട. ഇതാ പൊട്ടിക്കണ്ടേ. എനിക്ക് തോന്നി എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്നു. എനിക്കിത് ഇഷ്ടമാണ്. റീബിൽഡ് ചെയ്യാനൊന്നും ഇഷ്ടമല്ല. വീടുണ്ടാക്കുമ്പോൾ എല്ലാവർക്കും എന്ന് വെച്ചാൽ മിക്കവർക്കും പറ്റുന്ന പണിയാണ് റീബിൽഡ്. എന്ന് പറയുന്ന അത് ചാറ്റാണ് കേട്ടോ. മേളിൽ ആ ഡേറ്റ് ഇരിക്കണ കാര്യമൊക്കെ ഉണ്ടത്. അതെന്താ ഞാൻ പറഞ്ഞില്ലേ, ഈ ലീഫ് വെട്ടാൻ പോയതാ. പക്ഷെ ഫുള്ളും വെട്ടുമ്പോഴേക്കും ഇതാവും. അപ്പം കണ്ണിൻ്റെ ഇതാവും, ലെങ്ത്ത് കൂടും. അപ്പം ഞാൻ എന്തെങ്കിലും അങ്ങനെ ഇരിക്കട്ടെ വിചാരിച്ച്. അത് നാളെ ഈ കണ്ടന്റ് കാണുമ്പോൾ ഇതാവുമ്പോൾ കാണുന്നതിന് മുമ്പ് ഇതുണ്ട് കണ്ടന്റ് പാർട്ട് 2. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടാകുന്നു. ഒരു പാട്ട് മൈൻഡ് ആ പാട്ട് ചെയ്ത. പക്ഷെ ആ പാട്ട് ഇട്ടിട്ടില്ല. ഞാൻ ഓഫ്ലൈൻ ചെയ്തതാണ്. ഓക്കെ. എടോ ഡിസ്റ്റാക്ക് ഓക്കും കൊണ്ട് അത് ഓർത്താണ് ചെയ്യാൻ കേട്ടോ. ഇത്രയാണ് നമുക്ക് മൈനിങ്ങിനും ഇത് നമ്മൊരു കേവി പോലും കയറിയിട്ടുണ്ടായിട്ട് ഒരു ചെറിയ കേവിലെ കയറിയിട്ടുള്ളൂ. നമുക്ക് ഇനി കയറാണ്ട് നല്ല കിണ്ണം കേവിലൊക്കെ. ഇപ്പം നമ്മൾ കയറിയതൊരു ചിന്ന കേവ്. നമുക്കിനി വലിയൊരു കേവി കയറിയാലാണ് നല്ല ലൂട്ടൊക്കെ കിട്ടുള്ളൂ. ഇല്ലാണ്ട് ഇതേപോലെ പട്ടിപ്പണി എടുക്കാൻ പറ്റും. നമ്മൾ പിശുക്കാട്ടേണ്ട ഒരു അയ്യനൊക്കെ പിശുക്ക് ഇല്ലാത്ത രീതിയിൽ നമുക്ക് ജീവിക്കണം. നമ്മൾ കേവി കയറണം. എല്ലാവരും അടിച്ചുവിട്ടിക്കണം. മാസത്തിലൊക്കെ അത്രേ ഉള്ളൂ. അവിടെ ചെല്ലുമ്പോൾ ചപ്പേന്ന് പിന്നെ അയ്യണ ഉള്ളതുകൊണ്ട് ഇച്ചിരി ധൈര്യമുണ്ട്. അതാർക്കില്ലാത്ത കിവി പോകുമ്പോൾ ആർക്കും ഇല്ലാത്ത അയ്യണ ഡയമണ്ട് ഇടുമ്പോൾ ആർക്കും ഇല്ലാത്ത ധൈര്യം. ആർക്കും ഉണ്ടാവണില്ല. അയ്യണ ഇടുമ്പോൾ
മിക്കവർക്കും ഒരു പേടിയില്ലാണ്ടിരിക്കും. ബട്ട് അവിടെ ചെല്ലുമ്പോൾ എല്ലാം കൂടി നമ്മളിട്ട് വളയും. അത് ശോക പരിപാടി കേട്ടോ. എല്ലാം കൂടി നമ്മളിട്ട് വളയും. എൻ്റെ ഇൻവെൻട്രി ഫുള്ളായി. എടാ സ്ലീപ്പ് ചെയ്തെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ ഇനിയും ഇച്ചിരി സമയം കൂടി. പൊട്ടിയില്ലേ റീസ്പോൺ പോകും. ഇച്ചിരി കൂടി സമയമേ ഉള്ളൂ. അതിൻ്റെ നമുക്ക് തീർക്കണം ഫുള്ള്. ഫസ്റ്റ് ഫ്ലോർ എന്തായാലും തീർത്തിട്ട് അടങ്ങുന്നത്. മറ്റേ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് തീർക്കണോ ഇല്ലാണ്ട് വേറെ വഴിയില്ലടാ. ഇപ്പം കറച്ചല്ല ഇതാ പറഞ്ഞ ഇവിടെ ഒരു ബ്രിഡ്ജ് വേണം. ബ്രിഡ്ജ് അത്യാവശ്യമാണ്. സെക്കൻഡ് ബില്ല് നമ്മുടെ കാര്യങ്ങൾ ബ്രിഡ്ജായിരിക്കും കേട്ടോ. ഇതിവിടെ ഇരിക്കട്ടെ, വീണ കയറാനുള്ള. ഇപ്പം അതേ കറച്ചലുണ്ടാവും. കണ്ട ഇപ്പം കറച്ച് നോക്കണ്ട അവിടെ. ഇത് ബ്രിഡ്ജ് ഇത് സോറി അവിടെ ഇരിക്കുക. അവിടെ ഇട്ടിട്ടിരിക്കും. ഇച്ചി ഒരു കുഴപ്പമുണ്ടോ. ഇതാണ് നമ്മളെ വീടിൻ്റെ ഔട്ട് ലുക്കും കാര്യങ്ങളും. കോബിൾ സ്റ്റോൺ മിക്കവാറും ചെയ്യും ഗൈസ്. കോബിൾ സ്റ്റോണും വേണം. ഇതൊരു സ്റ്റാർട്ടർ ബേസാണ്. നിങ്ങൾ കാര്യമാക്കണ്ട. പല മിസ്റ്റേക്കും വരും സ്റ്റാർട്ടർ ബേസ്. മിക്കവാറും ഇത് പൊളിച്ചിട്ട് 5 ആക്കേണ്ട വരും. എനിക്ക് തോന്നുന്നുണ്ട് കാര്യം. വിളിച്ച് തികയൂലടാ. വെട്ടേണ്ടവരോടാ പോയി. മേളിലേക്ക് ചതി ഇങ്ങനെ ഇവിടെ നിന്ന് താഴത്തേക്കും. എന്നിട്ട് ഇവിടെ ഇരുന്നോട്ടെ. ഇവിടെ ഫ്യൂച്ചറൊന്നുമില്ല. ഇച്ചിരി വെച്ചാൽ കണ്ടിട്ട് നമുക്ക് ഇവിടെ മറ്റേ ഗ്ലാസ് അതിന് ഇപ്പം തന്നെ ഉള്ള സാധനങ്ങളുണ്ട്. വേണമെങ്കിൽ ഇപ്പം തന്നെ സെറ്റാകുന്ന ധരിക്കുന്ന സാധനം ധരിക്കണുണ്ടോ ചേച്ചാ. ഇപ്പം വരാം വീട്ടിൽ പോയിട്ട്. ഫ്യൂച്ചറിലാക്കണ്ട, നമ്മൾ ഇപ്പം തന്നെ ആക്കും. ഏതൊരു സോംബി പറയുന്നുണ്ടെന്ന് മനസ്സിലായി. ചത്തിട്ടുണ്ട്. ചത്തില്ലെങ്കിൽ ഇപ്പം അതെ കൊല്ലും. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് പിന്നെ ഈ ഇപ്പം കണ്ട വില്ലേജറിൻ്റെ ആ വീട്ടിൽ നിന്നൊന്നും കിട്ടിയില്ല കേട്ടോ. അയണും ഗോൾഡും കിട്ടുള്ളൂ. അതാണ് ഇരിക്കണം. മറ്റേ ഇത് കിട്ടില്ല, ഡയമണ്ട് കിട്ടില്ല. മിക്കവർക്കും ഡയമണ്ട് കിട്ടുള്ളൂ, നമുക്ക് കിട്ടില്ല. ശോകം. വീടടച്ചേക്കില്ലെങ്കിൽ എനിക്ക് അനുഭവമുണ്ട്. വീടടക്കാനായിട്ട് ഒരു ദിവസം ഞാൻ വീഡിയോ എൻ്റെ ഇട്ട് പോയതാണ്. പിറ്റേ ദിവസം വന്നപ്പോൾ നമ്മളാ സോംബി അടിച്ചു കൊണ്ടേക്കണം. വീട്ടിന് വേണ്ടിയുണ്ടായിരുന്ന വില്ലേജറിനൊക്കെ സോംബി വില്ലേജർ ആക്കിയിട്ട് പോയി. ഈ ക്രാഷിൻ്റെ മുന്നിൽ അടച്ചേക്കാം. കോളോട് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ പോയി എടുക്കണം. ഈ തുലിവൻ വേസ്കോ വരുന്ന ഫുൾ മല്ല. പിന്നെ സാൻഡിന് എന്തായാലും ഒരു ഇതാണ് ആവേശം. സാൻഡ് പെട്ടെന്ന് പൊട്ടും. അതുകൊണ്ട് ഇങ്ങനെ ഇതാക്കാൻ റെഡിയായിരുന്നു. ൊന്നും അല്ലാതെ വരാൻ അങ്ങനെ കണ്ട ഇവിടെ വഴിയാണ്. ഇത്രയും മതി പോവാ. എടാ പോടാ. ശവലിപ്പോൾ പൊട്ടും ദൈവമേ.
എക്സ്ക്യൂസ് നമുക്ക് ഇത് ഗ്ലാസ്സൊക്കെ വെക്കാം. ഇത് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇവിടെ പണി വെക്കാം. എല്ലാം വെച്ചിട്ട് സ്ട്രിപ്പ് ചെയ്യുക, ഇല്ലെങ്കിൽ ഇങ്ങനെ സ്ട്രിപ്പ് ചെയ്ത് സമയം പോകും. മറ്റേ ജാവയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡിൽ ഇത് പിടിച്ചിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് ഇതിൽ ലെഫ്റ്റ് ഹാൻഡ് ഹീൽഡ് മാത്രമൊക്കെ ചോളൂ. എനിക്കൊന്നും ഉള്ളിലേക്ക് കാണണം. ഇവിടെ നിന്ന് ക്ലാസ് വെച്ചൊരു കാര്യമൊന്നുമില്ല, നമുക്കൊന്നും കാണാനില്ല. വെറുതെ വെച്ചൊക്കെ ഡീസ് ചെയ്യാൻ പോവും. ഒരു സ്റ്റാക്ക് ഇപ്പം തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, നല്ല കാര്യം. പിന്നെ ഒരു പില്ലറിൽ വെക്കണത് 4 എണ്ണം, എല്ലാ പില്ലറും കൂടിയൊക്കെ നല്ലോണം എടുക്കും. എന്താ എടാ ഇങ്ങനെ വെച്ചാൽ പോയത്, ഇങ്ങനെ വെച്ചപ്പോൾ വെച്ചിരുന്നു. കഴിഞ്ഞിട്ടോ അടുത്ത സ്റ്റാക്ക് കിട്ടെ വെക്കാണ്ടിരിക്കാത്തില്ല. വെട്ടാൻ പോണ അത്രേ ഉള്ളൂ. ഇനി താഴെ വെക്കേണ്ടത് വൃച്ച് തന്നെയാണ്. 2 സ്റ്റാക്ക് ഇനി എടുക്കേണ്ടതാണ്. വീടിൻ്റെ ലെങ്ത് ഇപ്പം തന്നെ കൂടി അത്യാവശ്യം. ഇത് മിക്കവാറും ഇന്ന് പണി തീരുക. പാർട്ട് 3 വരെ ഉണ്ടാവും മിക്കവാറും. 2nd ഫ്ലോർ ചെയ്യാനുണ്ട്, അത് മാത്രമല്ല ഗ്രൗണ്ട് ഫ്ലോറിൽ ഗ്രൗണ്ട് ചെയ്യാനുണ്ട്. സമയം പിടിക്കണമായിട്ട് ഇതിവിടെ എൻഡ് ചെയ്യേണ്ട വരും. ഗ്ലാസ് കൊണ്ട് വെച്ചിട്ട് ഇവിടെ എൻഡ് ചെയ്യേണ്ട വരും, ഉറപ്പാണ്. ഇനി ബ്രിഡ്ജൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ സമയം കുറയാം, ശോഭവും. ബ്രിഡ്ജ് ഇനിയും വേണം, ഓടിസ്റ്റാക്ക് പോലെ ഇനിയും വേണം കുറേ. 2 സ്റ്റാക്ക് ഇനിയും വേണം, എന്നാലേ ഈ തറ വെച്ച് തീർക്കാറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് നാളത്തെ പാർട്ടിയിൽ തരുന്നതാണ്. ഞാൻ ഓഫ്ലൈനിൽ ഇരുന്ന് വേണമെങ്കിൽ ബ്രിഡ്ജ് ഇതാക്കിയിട്ട് നാളത്തെ പാർട്ടിയിൽ നമുക്ക് തറ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് നാളത്തെ പാട്ടിൽ ഗ്ലാസും വെക്കാം, ഗ്രൗണ്ടും ചെയ്യാം. എന്നിട്ട് അടുത്ത പാട്ടിൽ നമുക്ക് ഇത് 2nd ഫ്ലോർ അങ്ങനെ വെച്ചാൽ പോലെ. ഇപ്പം ലെങ്ത് കൂടി അത്യാവശ്യം 33 മിനിറ്റ് 30 മിനിറ്റിലാണ് ഞാൻ വീഡിയോ നിർത്താറ് തന്നെ. അപ്പം വീഡിയോ തുടങ്ങിയിട്ട് കറൻറ്റ് അരമണിക്കൂറായി, അതാണ് കുഴപ്പം. ഇവിടെ നമുക്കിത് കളയാം, ബ്രിഡ്ജൊക്കെ ബ്രിഡ്ജൊക്കെ അടിയിൽ ഇവിടെ വെക്കാം, അടിയിൽ ഇവിടെ വെക്കാൻ പറ്റും. അപ്പം ഇത്ര കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പം ഇത്രയും വന്ന ക്ലാസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യും. ക്ലാസ് വലിയ ഉപകാരമൊന്നുമില്ല, സേഫ്റ്റിക്ക് വെക്കുന്നുള്ളൂ. കീപ്പറൊക്കെ വന്ന് ഒരെണ്ണം പോയി. ഇങ്ങനെ ക്ലാസ് വരുന്നു. ഗ്ലാസ് വർക്ക് ഇപ്പം തന്നെ ചേർക്കാം, നാളത്തേക്കാകണ്ട. ഇച്ചിരി ലെങ്തല്ലേ കൂടുള്ളൂ, കൂട്ടട്ടെ. ഇത്രയും വെച്ചിരുന്നുണ്ട്,
അന്നിത് ഇവിടെ ആവട്ടെ, നമുക്ക് അപ്പോഴേക്ക് ഇവിടെ ഫുൾ ചെയ്യണം ഒറ്റക്കുള്ളത്. അവരുണ്ടാകട്ടെ. ദൈവമേ, 35 മിനിറ്റായി. സമയമില്ല. ഇത് നമ്മ അതിൻ്റെ കണ്ട് ഇത് കീപ്പർ ഒന്ന് പൊട്ടിയതാണെന്നത് അതാ പറഞ്ഞത്. ഇവിടെ കുറേ അപകടം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോയുടെ ഓഫ്ലൈനായിരുന്നു മൈൻഡ് ചെയ്യായിരുന്നു. അപ്പം പറ്റില്ല. അതാ ഡേറ്റ് കിട്ടുന്നുണ്ട്. ഇവിടെ ഫുള്ള് ഞാൻ പൊട്ടിച്ചിട്ട് ഞാൻ പൊട്ടിച്ചല്ലേ, ഇത് ഇപ്പം പൊട്ടിച്ചത്. ഇവിടെ ചീര് എൻ്റെ ചെയ്യാൻ പോവാണ്. സമയമില്ല. അവിടെ ഒരെണ്ണം കൂടെ ഉള്ളു പെട്ടെന്ന്. രണ്ടെണ്ണം പെട്ടെന്ന് ഇട്ടേക്ക്. പിന്നെ നമുക്ക് ഗ്രാനി കളിച്ചാലോ എന്നുണ്ട്. ഗ്രാനി കളിക്കണമെന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കെ. നമ്മൾ ഈ മൈൻക്രാഫ്റ്റ് സീരീസിൻ്റെ ഇടയ്ക്ക് കൂടി ഗ്രാനി കൊണ്ടുപോകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും പാർട്ട് 4 ആയിട്ട് വന്ന ബൈ. അപ്പോൾ നമ്മൾ ഓഫ്ലൈനിൽ ഇരുന്ന ഫുൾ ഡേറ്റും 2 ബ്രിഡ്ജ് ഫുൾ സ്റ്റേക്കും ആക്കിയിട്ട് നാളത്തെ വീഡിയോ നമ്മൾ പെർഫെക്റ്റ് ഓക്കെ ആക്കും. ഇന്ന് വൈകിട്ട് 6 മണിക്ക് ഈ പാർട്ട് ഇറങ്ങുന്നതായിരിക്കും. നിങ്ങൾ കാണുന്ന 6 മണിക്കായിരിക്കും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. ഉച്ചക്കൊരു ഇപ്പോൾ എത്ര മണിയെന്ന് അറിയില്ല, ഉച്ചക്കാണ്. അപ്പോൾ ബൈ ടാറ്റ, ഗുഡ് ബൈ, ടാറ്റ. സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക. ബൈ.